ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. അങ്ങനത്തെ പ്ലാനൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്ന സമയത്ത് റൈഡ് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം 1:30 മണിയായി. നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് അതുവഴി പോകാനാണ് പ്ലാന്. അപ്പം ലഞ്ച് ഇവിടെ ഒരു കായലോരം റെസ്റ്റോറൻ്റ് ഉണ്ട്, ഹൊസക്കോട്ട അടുത്താണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് ഒരു ട്രിപ്പ് പോകണം. അപ്പം ട്രിപ്പ് എവിടേക്കാന്ന് പറയൂ. എവിടെയെങ്കിലും പോവാം. സോ വി ആർ ഗോയിങ് ടു അങ്ങനെ എല്ലാ വിഭവങ്ങളോടും കൂടെയുള്ള ഊണ് കഴിക്കണം. എങ്ങനെയുണ്ട്? ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കോലാർ ഗോൾഡ് ഫീൽഡിലേക്കാണ്. ഈ കാണുന്നതാണ് KGF 5 ലൈറ്റ് സർക്കിൾ. ഇവിടെ നമുക്ക് 4 വശത്തേക്കും നമുക്ക് ഓരോ റോഡ് കാണാം. ഇത് ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ട ഒരു ടൗൺഷിപ്പാണിത്. പിന്നെ KGF ഫിലിം വന്നതിന് ശേഷമാണ് ഇത് കുറച്ചുകൂടെ പോപ്പുലർ ആവാൻ തുടങ്ങിയത് ആൾക്കാരുടെ ഇടയിലേക്ക്. 2000 വർഷം മുമ്പ് മുതലേ ഇവിടുത്തെ മണ്ണുകളിലൊക്കെ സ്വർണത്തിൻ്റെ അംശങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നെ ഇവിടെ സ്വർണ്ണ ഖനനം തുടങ്ങിയത് 200 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ആ സമയത്തുള്ള പോസ്റ്റ് ഓഫീസൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് പഴയ കാലത്ത്. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് KGF ക്ലബ്ബാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ വീക്കെൻഡ്സും അവരുടെ ആഘോഷങ്ങളൊക്കെ നടത്തിയിരുന്ന ക്ലബ്ബാണ്. ഇപ്പോൾ അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്, അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. ഇനി അടുത്ത ലൊക്കേഷൻ KGF ഫിലിം ഷൂട്ട് ചെയ്ത സ്വർണം ഖനനം നടക്കുന്ന സ്ഥലത്തേക്കാണ്. പക്ഷേ ഇപ്പോൾ അത് റെസ്ട്രിക്റ്റഡ് ആണ്, അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. ഞങ്ങളൊരു 3 വർഷം മുമ്പേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു റെയിൽവേ പാളത്തിൻ്റെ സൈഡിലൂടെയൊക്കെ പോയി വഴി കണ്ടെത്തി ഞങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാം. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ റെയിൽവേ പാളത്തിലൂടെ നടന്ന് ഒരു മൺവഴിയൊക്കെ നടന്ന് ഞങ്ങൾ ഇതാ കാണുന്ന അവിടെയാണ് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഇത് 3 വർഷം മുമ്പുള്ള വീഡിയോ ആണ്. 1880 കാലഘട്ടത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് സ്വർണം ഖനനം തുടങ്ങിയത്. ആ കാണുന്നതെല്ലാം സ്വർണം തരിച്ച് വരുന്ന ബാക്കി വരുന്ന മണ്ണാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്കൊന്നും പ്രവേശനമില്ല. വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പം കാണുന്നത് ഖനനത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന യന്ത്രങ്ങളാണ്. 800 ടൺ സ്വർണ്ണമാണ് ആകെ ഇവിടെ നിന്ന് ഖനനം എടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് മൈൻസ്. ഇവിടെ ആകെ 9 മൈൻസ് ആണുള്ളത്. അതിൽ 5 എണ്ണമാണ് ഫേമസ് ആയിട്ടുള്ളത്. ഇപ്പം കാണുന്നതാണ് വേൾഡിലെ സെക്കൻഡ് ഡീപ്പസ്റ്റ് മൈനാണ് ഇപ്പോൾ കാണുന്നത്. 2-3 കിലോമീറ്റർ അടിയിലേക്കാണ് ആൾക്കാർ സ്വർണ്ണഖനനത്തിനായിട്ട് ഇറങ്ങിയിരുന്നത്. അതിനാൽ തന്നെ കുറേ പേർക്ക് അതിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഈ തൊഴിലാളികളിലെല്ലാം ഭൂരിഭാഗവും തമിഴിയൻസ് ആയിരുന്നു ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഇവിടെ കുറേ തമിഴ് പീപ്പിളിനൊക്കെ അവിടെ കാണാം. അവിടുത്തെ ബ്രിട്ടീഷുകാർക്കൊക്കെ ആ കാലത്ത് 5 സ്റ്റാർ സൗകര്യങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ തന്നെ കുറേ തൊഴിലാളികളുടെ സമരമൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ആ കാലത്ത്. ഈ ഓരോ സ്ഥലത്തും ഇങ്ങനെ കൂട്ടിയിരിക്കുന്നത് സ്വർണം തരിച്ച് എടുത്തിരിക്കുന്ന മണ്ണിൻ്റെ ബാക്കിയാണ് ഇതൊക്കെ. ആദ്യമായി വൈദ്യുതി സംവിധാനങ്ങളും ആദ്യമായി റെയിൽവേ സംവിധാനങ്ങളൊക്കെ വന്നിരുന്ന നഗരങ്ങളിലൊന്നാണ് ഈ KGF. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെ ഇത് അറിയപ്പെട്ടിരിക്കുന്നത് ഭാരത് ഗോൾഡ് മൈൻ ലിമിറ്റഡ് എന്നാണ്, BGML. ഇത് 1880 മുതലുള്ള ബേക്കറിയാണ്, ഫേമസ് ആണിത്. ആ ബേക്കറിയുടെ നേരെ ഓപ്പോസിറ്റാണ് അന്നത്തെ BGML ഹോസ്പിറ്റൽ. അവിടുത്തെ ഫേമസ് ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഇപ്പോൾ അതെല്ലാം നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാടൊക്കെ പിടിച്ച്
എല്ലാം അവിടെ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ അവിടുന്ന് പോകുമ്പോൾ നമുക്ക് ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള കുറേ ചർച്ചൊക്കെ കാണാം, ആ കാലങ്ങളിൽ സ്ഥാപിതമായത്. ഇനി നമ്മൾ വേറെ ഒരു മൈനിലേക്കാണ് പോകുന്നത്. എഡ്ഗാർ മൈൻ എന്നാണ് ഇത് പറയപ്പെടുന്നത്. 2001 ഇവിടെ അവസാനമായി ഖനനം നടന്നത്. ആ സമയത്ത് ഇത് സ്റ്റേ വന്നതിന് ശേഷം നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളാണിതൊക്കെ. ഇപ്പോൾ അവിടെ കുരങ്ങന്മാരുടെയൊക്കെ ആവാസ കേന്ദ്രമാണ്. അകത്തേക്കൊക്കെ എല്ലാവർക്കും റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്കൊന്നും അകത്ത് പോയി കാണാനൊന്നും അവിടെ അനുവദിക്കില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോയത് ടൗണിലേക്കാണ്. ഇതാണ് KGF ടൗൺ. ഒരു ചെറിയൊരു പട്ടണമാണത്. അവിടുത്തെ കൂടുതൽ ആൾക്കാരും താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. ബസ് സ്റ്റാൻഡൊക്കെ ഇതിനോടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ കോച്ച് യൂണിറ്റാണിത് പണ്ടത്തെ. ഇപ്പോഴെല്ലാം അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആദ്യത്തെ ട്രെയിൻ സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്ന ഒരു പട്ടണം കൂടിയായിരുന്നു ഇത്. പല ഉൾവഴികളിലൂടെയും പോകുമ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരുടെ അന്നത്തെ പ്രൗഢഗംഭീരമായ ബംഗ്ലാവുകളൊക്കെ കാണാം. സമയപരിധി മൂലം ഞങ്ങൾ ഇതൊന്നും ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പോഴും സ്വർണത്തിൻ്റെ അംശം നിലകൊള്ളുന്ന KGFൻ്റെ മണ്ണിൽ നിന്നും ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക്.